ഇത് ആചാര്യന്മാരിൽ വന്നിട്ടുള്ളത് അവിടെയും ഗുരുക്കന്മാരിൽ വന്നിട്ടുള്ളതും ദീർഘദർശിമാരിൽ വന്നിട്ടുള്ളതുമാണ്. ഇതിനെ ഒരടിയോടെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഇതിനെ എത്ര പരിചയം കൊണ്ടും രിച്ചിരിക്കുന്ന കർമ്മത്തെ നമുക്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ തെറ്റിൻ്റെ ഭാഗത്തുകൂടി വഴുതി വീണ ഒരു പാതയിൽ സഞ്ചരിച്ചിട്ട് 25 ചതുർയുഗമായി കഴിഞ്ഞിരിക്കുക. ഓരോ മതത്തിലും അതിൻ്റേതായ സിദ്ധാന്തത്തിൽ പഴകിപ്പോന്ന വിശ്വവിശാലമായ കർമ്മങ്ങൾ പടർന്നെത്തി നിൽക്കുന്ന ആ ആശയസമ്പൂർണതയോട് എത്തിച്ചു നിർത്തിയിരിക്കുകയാണ് ഓരോ ആശയങ്ങളും. പക്ഷെ അതെവിടെ തെറ്റി ആയാലും ആർക്കും തിരുത്താനും കഴിയാത്തൊരു ഗതികെട്ട പരിചയത്തിൽ നമ്മളെ ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഇന്നോളം വന്നിരിക്കുന്ന മതസിദ്ധാന്തികളെയും വർഗ സിദ്ധാന്തികളെയും തിരിച്ചു വർണ്ണാശ്രമധർമ്മത്തിൻ്റെയും വൈദിക മതത്തിൻ്റെയും ഓരോ തരത്തിലുള്ള സിദ്ധാന്ത മതത്തിൻ്റെയും കർമ്മഗതി എവിടത്തോളം എത്തി നിൽക്കുന്നു, അതെന്തിനാണ് അങ്ങനെ എത്തിയത്, ആ എത്താനുള്ള കാരണം എന്ത്, അല്ലെങ്കിൽ അത് തെറ്റായിട്ട് വന്നതെന്ത്, എന്തിനിങ്ങനെ വന്നു, ഇത്രയും കാര്യം കുറച്ചെങ്കിലും നമുക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിൽ വരാവുന്ന കെടുതി മാത്രവുമല്ല ഏറ്റവും വലിയ കുഴി തോണ്ടുന്ന മക്കളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. വേറൊരു ഉദാഹരണം,